തൊട്ടതെല്ലാം വിവാദമാക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആഭ്യന്തര വകുപ്പിന്റെ ചരിത്രത്തിലെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പിണറായി ഭരണകാലത്തിൽ MLA ആയിരുന്ന PV അൻവർ രാജിവെക്കാൻ ഒരു പരിധിവരെ കാരണമായത് ഈ പോലീസ് ഓഫീസർ ആയിരുന്നു. പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാമല്ലോ, ADGP അജിത് കുമാറിന്റെ കാര്യം തന്നെ. നിരന്തരം അജിത് കുമാറിനെതിരെ രംഗത്ത് വന്നിരുന്നത് അൻവർ ആയിരുന്നു. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാർ കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ അൻവർ രാജിവെച്ചു. പക്ഷേ ഇപ്പോൾ ഒരു നാൾ എല്ലാ സത്യവും പുറത്തു വരുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ട്രാക്ടറിൽ കയറി പണി പാളിയിരിക്കുകയാണ് അജിത് കുമാറിന്. ഇപ്പോൾ അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റി എക്സൈസ് കമ്മീഷണറായിട്ട് പുതിയ നിയമനം നൽകിയിരിക്കുന്നു. അതായത് ക്രമസമാധാന ചുമതല അജിത് കുമാറിന്റെ കയ്യിൽ നിന്നും പോയി എന്നർത്ഥം. അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്രയിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. ADGPയുടെ ട്രാക്ടർ യാത്ര നിർഭാഗ്യകരമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സന്നിധാനത്തേക്കുള്ള സഞ്ചാരത്തിനിടയിലായിരുന്നു ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടുള്ള ADGPയുടെ ട്രാക്ടർ യാത്ര നടത്തിയത്. CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്ന ഭാഗത്ത് ട്രാക്ടർ യാത്ര ഒഴിവാക്കുകയും ചെയ്തു. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങിയ ശേഷം അദ്ദേഹം സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ചു ദൂരം നടന്നു. ഈ റോഡിനെ മുറിച്ചു കടക്കുന്ന ചെറിയ അരുവി കഴിഞ്ഞ് ഒന്നാം വളവിന് അടുത്ത് വെച്ചാണ് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലേക്ക് കയറിയത്. ഇവിടെ നിന്നും സന്നിധാനം വരെയുള്ള ഭാഗത്ത് CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. സന്നിധാനത്ത് U-ടേണിന് മുൻപ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ നിർത്തുകയും അവിടെ ADGP ഇറങ്ങി പിന്നീട് നടന്നു പോവുകയും ചെയ്തു. അവിടെ മുതൽ CCTV പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവരമുണ്ട്. പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്കും തിരിച്ചുമായിരുന്നു അജിത് കുമാറിന്റെ യാത്ര. പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ഡ്രൈവർ ഇല്ലാതെ മറ്റാരും അതിൽ ഉണ്ടാകാൻ പാടില്ല എന്നും ഹൈക്കോടതി വിധിയുണ്ട്. ഇതാണ് അജിത് കുമാർ ലംഘിച്ചത്. 12 വർഷം മുൻപുള്ള ഹൈക്കോടതി വിധിയാണ് അജിത് കുമാർ ലംഘിച്ചത് എന്നുകൂടി ഓർക്കണം. നവഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ശബരിമല നട തുറന്നപ്പോഴാണ് ADGP ദർശനത്തിന് എത്തിയത്. സോളാർ കേസ് അട്ടിമറിച്ചത് MR അജിത് കുമാർ ആണെന്നും ഇയാളുടെ സാമ്പത്തിക തട്ടിപ്പും BJPയുമായുള്ള CPM ബന്ധവും പൂരം കലക്കൽ വിവാദം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ അൻവർ അയാൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും പിടിവീഴാതിരുന്ന അജിത് കുമാർ ഇപ്പോൾ വലയിലായിരിക്കുകയാണ്. അതും അൻവർ വിരിച്ച വലയിൽ.